ഹായ് ഗായ്സ്, ഞങ്ങളൊരു ഈവനിങ് വാക്കിങ്ങിന് ഇറങ്ങിയതാണ് ഗായ്സ്. ഞങ്ങളുടെ വീടിനടുത്തുള്ള ഗ്രൗണ്ടിലാണ്. വീടിനടുത്തുള്ള ഗ്രൗണ്ടാണ്. അപ്പം നിയ ബേബിനെയും കൊണ്ട് വാക്കിങ്ങിന് ഇറങ്ങിയതാണ്. അതെ അതെ, യെസ് ഗായ്സ്. അപ്പം നന്ദുവും നിയ ബേബിയും ഏറ്റവും മേളിൽ നടക്കാൻ പോയിട്ടുണ്ട്. ഞാനും ആര്യയും കൂടി അതുവഴിയൊക്കെ കൂടി ഒന്ന് തെണ്ടി തിരിഞ്ഞ് നടക്കാൻ പോകുന്നു. അപ്പം നിയ ബേബിക്ക് നടക്കാൻ സ്റ്റാർട്ട് ചെയ്തേ പിന്നെ ഭയങ്കര വിളച്ചിലാണ്. യെസ്, കാര്യം വേറൊന്നല്ല ഗൈസ്, അവക്ക് റോഡിലേക്ക് ഇറങ്ങി നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അതെ അതെ, യാ അല്ലേടാ? യെസ് യെസ്. അങ്ങനെ നിയ ബേബി നടക്കുകയാണ്. നമ്മൾ കൈ പിടിച്ചില്ലെങ്കിൽ വേഗം ഓടിപ്പോവും അങ്ങോട്ട്. ഇപ്പം പുറകെ നടക്കണം. അവരുടെ പുറകെ ഞാൻ വീഡിയോ എടുത്ത് നടക്കുന്നു. അതെ അതെ. ഒരാൾ ഞാൻ വോയിസ് ഓവർ ചെയ്യുമ്പോഴത്തേക്കും ഞാൻ ഈ വോയിസ് ഒന്നും ഇടില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഈ അതെ പറയുന്നത്. അതെ അതെ, പക്ഷെ ഞാൻ എന്തായാലും ഇടും, അത് വേറെ കാര്യം. അതെ അതെ. യെസ് യെസ്. ആരാന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു സ്റ്റിക്കർ കൊടുക്കാവേ. ഇതാണ് ഗൈസ് ആര്യ, എൻ്റെ സ്വന്തം ചേച്ചിയാണ്. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഒന്ന് കാണിച്ചു തന്നേ ഉള്ളൂ. ഞങ്ങളെന്താ മേളിൽ വന്ന് നടക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ താഴെ ഗ്രൗണ്ടിൽ മിക്കപ്പോഴും ഗ്രൗണ്ട് ആക്റ്റീവായിരിക്കും. കാര്യം അവിടെ ഫുട്ബോൾ കളിക്കാനും ക്രിക്കറ്റ് കളിക്കാനൊക്കെ ആളുകൾ വരണതുകൊണ്ട് നമുക്ക് താഴെ നടക്കാനായിട്ട് പറ്റില്ല. ഇപ്പോൾ ഈവനിങ്ങിൽ, നൈറ്റൊക്കെ ആണെങ്കിൽ നമുക്ക് നടക്കാൻ പറ്റും. ഞാൻ പ്രഗ്നൻസി സമയത്ത് ഇവിടെ വന്നിട്ടാണ് വാക്ക് ചെയ്തുകൊണ്ടിരുന്നത്. 7 months സ്റ്റാർട്ട് ചെയ്ത് ഇവിടെയായിരുന്നു വാക്കിങ്ങൊക്കെ. അപ്പം നമുക്ക് വണ്ടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് സുഖമായിട്ട് വാക്ക് ചെയ്യായിരുന്നേ. ഇതിൻ്റെ അപ്പുറത്താണ് എൻ്റെ വീട്. ഈ ഗ്രൗണ്ടിൻ്റെ ആ നേരെ കാണുന്നതാണ് എൻ്റെ വീട്. അപ്പം നിയ ബേബിയും ഡാഡിയും കൂടി ഇവിടെ പ്ലേ ടൈമിലാണ്. വാക്കിങ്, പ്ലേ ടൈം, അങ്ങനെ. നിയ ബേബിനെ പിടിച്ചു നിർത്തണം, അത്രയും ഫാസ്റ്റിൽ അവൾ ഓടും. നമ്മൾ കൈ പിടിക്കുന്നത് അവൾക്ക് ഇഷ്ടമല്ല. പിന്നെ എങ്ങാനും അവളെ എടുത്തു കഴിഞ്ഞാൽ അത് അവൾക്ക് ഇഷ്ടമല്ല. ഈ കാണുന്ന റോഡ് നേരെ പോകുമ്പോൾ നമ്മുടെ വീടാണ്. റോഡിൻ്റെ മുമ്പ് സൈഡിൽ തന്നെയാണ് നമ്മുടെ വീട്. അപ്പം നിയ ബേബിനെയും കൊണ്ട് അവിടെ നടക്കുമ്പം റോട്ടിൽ കൂടി വണ്ടി പോകുന്നതുകൊണ്ട് നമുക്കത്ര സേഫ് അല്ല. അതുകൊണ്ടാണ് നമ്മൾ ഗ്രൗണ്ടിൽ വരുന്നത്. ഗ്രൗണ്ടിൽ വരുമ്പം വണ്ടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് നിയ ബേബിക്ക് ഫ്രീഡം ആണല്ലോ. അപ്പം എന്തായാലും നമ്മളിന്ന് സാറ്റർഡേ ആണ്, ജോബില്ല. അപ്പം വർക്കില്ലാത്തത് കൊണ്ട് നമുക്ക് എത്ര ടൈം വേണമെങ്കിലും ഇവിടെ സ്പെൻഡ് ചെയ്യാം. ഗൈസ്, ഈ ഗ്രൗണ്ടിലാണ് ഞാൻ ഡ്രൈവിങ് പഠിച്ചതും കാർ ഓടിക്കാൻ പഠിച്ചതും എല്ലാം. ഞാൻ ഈ ഗ്രൗണ്ടിലായിരുന്നു. യെസ് ഗൈസ്. സോ ഗൈസ്, ഞങ്ങളൊരു ഈവനിങ് വാക്കിങ്ങിന് ഇറങ്ങിയതാണ് കേട്ടോ. ഞാൻ നിയ ബേബിനെ കാണിച്ചു തരാം. അവിടെ ഉണ്ട്. നൈറ്റ് വാക്ക്, ഞങ്ങൾ ഈവനിങ് വാക്കിങ്ങിന് ഇറങ്ങി. ഗ്രൗണ്ടാണ് കേട്ടോ. നല്ല വൈബാണ് ഇവിടെ, നല്ല വൈബാണ്. നിയ ബേബിയോടെ കണ്ടോ, അവിടെ നന്ദു നിൽപ്പുണ്ട്. നന്ദു നിന്നിട്ട് ഇത്രയും ദൂരം ഒറ്റയ്ക്കാണ് നടന്നു വന്നത്. ഞാനിവിടെ നിൽപ്പുണ്ട്, ആദരത്തിലായിരിക്കും. അപ്പം വാക്കിങ്, നിയ ബേബി വാക്ക് ചെയ്യട്ടെ, ഞങ്ങൾ നോക്കി നിൽക്കാം. അങ്ങനെ വാക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. നിയ ബേബി ഡാഡിയുടെ മേളിൽ കയറിയിരിപ്പുണ്ട്. നിയ ബേബിയുടെ ഇപ്പറൊക്കെ പുറത്തേണ്ട്.
നമുക്ക് ഏത് റൂട്ടിലേക്ക് പോണം? അങ്ങോട്ടാ ഇങ്ങോട്ടാ? ഗായ്സ്, അപ്പൊ ഞങ്ങള് വീട്ടിലേക്ക് പോകുന്ന വഴി നടക്കാണ്. ഹായ് ഹായ് നിയ ബേബി. നിയ ബേബിയൊക്കെ തളർന്ന്. ഇനി അടുത്ത ഡെസ്റ്റിനേഷൻ. നിയ ബേബി ഹായ്. ശരിക്കും നമുക്ക് ഈ വഴി വീട്ടിൽ പോകാം, നേരെ മറിച്ച് ആ വഴിയും വീട്ടിൽ പോകാം. രണ്ട് വഴിയും വീട്ടിൽ പോകാം. ഓക്കെ, ഇങ്ങനെ നടന്നു പോയിട്ട് നമുക്ക് ഒരു വഴിയുണ്ട്. ആ വഴിയാണ് നമ്മൾ പോകുന്നത്. ലൈക്ക് താഴത്തെ റോഡ്. നമ്മൾ ഇറങ്ങി കുത്തനെ ഇറക്കാം. ഗായ്സ്, വഴിയൊക്കെ വല്ലാണ്ട് മാറി. എനിവേസ്, നമുക്ക് രണ്ട് റോഡ് ഉണ്ടായിരുന്നു. ഗ്രൗണ്ടിൽ നിന്ന് അപ്പുറത്തെ സൈഡിലേക്കും ഈ വഴി നമുക്ക് പോകാൻ പറ്റും. ഈ വഴി നമ്മൾ സാധാരണ നടക്കാറില്ല. ഈ വഴിയൊന്നും കാടല്ലേ, അപ്പം നമ്മൾ ആ വഴിയാണ് നടക്കാറ്. ഞങ്ങൾ വിളക്കൊക്കെ കത്തിക്ക് ഇടയ്ക്ക് വരാറുണ്ടായിരുന്നു നേരത്തെ, പണ്ട്. ഇപ്പൊ വരാറില്ല. ഓക്കെ, അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് നടക്കുകയാണ്. ഈവനിങ് വാക്കൊക്കെ കഴിഞ്ഞ്. ഗൈസ് ഹായ് ഗൈസ്. ഇനി കുറച്ചും കൂടി നടന്ന ഇത്ര ദൂരമൊന്നും സത്യം പറഞ്ഞാൽ ഇല്ല. ഇതൊക്കെ ഏത് വഴിയാണ്? ഓക്കെ, അങ്ങനെ ഗായ്സ് നമ്മുടെ വീടെത്തി. അപ്പോൾ ഈവനിങ് വാക്ക് ഇത്രേ ഉള്ളൂ ഗായ്സ്. ഇനി വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ ബൈ ബൈ. ഇത് പുതിയ ഫ്ലാറ്റ്. കാക്കയൊക്കെ പറന്നുണ്ട്. ടാറ്റാ ബൈ ബൈ.